മെക്സിക്കോയിലെ ഏറ്റവും അപകടകാരിയായ ഡ്രഗ് കാർട്ടലുകളിലൊന്നായ ജാലിസ്കോ ന്യൂ ജനറേഷൻ കാർട്ടലിന്റെ നേതാവ് നെമസിയോ ഒസെഗ്വേറ സർവാൻഡസ് ആണ് കൊല്ലപ്പെട്ടത്. എൽ മെഞ്ചോ എന്ന പേരിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നത്. മെക്സിക്കൻ സൈന്യം നടത്തിയ ശക്തമായ സൈനിക നീക്കത്തിനൊടുവിലാണ് ഇയാൾ കൊല്ലപ്പെട്ടത്. ഞായറാഴ്ച ഫെബ്രുവരി 22-ന് നടന്ന ഈ ഓപ്പറേഷനിൽ ഇയാൾക്ക് പരിക്കേൽക്കുകയും ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന വഴി മരിക്കുകയുമായിരുന്നു. ഇയാളുടെ നേതൃത്വത്തിലുള്ള ക്രിമിനൽ സംഘം പള്ളികളിൽ നിന്ന് വൻതുക സംരക്ഷണ ഫീസ് ആവശ്യപ്പെടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്ന് മെക്സിക്കോയിലെ വിവിധ ഭാഗങ്ങളിലായി 100-ലധികം പള്ളികൾ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു. പള്ളികൾ തുറന്നു പ്രവർത്തിക്കണമെങ്കിൽ പണം നൽകണമെന്ന് പാസ്റ്റർമാരെയും സഭാനേതാക്കളെയും ഇവർ ഫോണിലൂടെ ഭീഷണിപ്പെടുത്തിയിരുന്നു. പണം നൽകാൻ വിസമ്മതിച്ച പല സഭാ അംഗങ്ങളെയും ഇവർ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എൽ മെഞ്ചോയുടെ മരണത്തിനു പിന്നാലെ കാർട്ടൽ അംഗങ്ങൾ വ്യാപകമായ അക്രമങ്ങൾ അഴിച്ചുവിട്ടു. വിവിധ സംസ്ഥാനങ്ങളിലായി 250ഓളം ഹൈവേകൾ അവർ തടയുകയും വാഹനങ്ങൾക്ക് തീയിടുകയും ചെയ്തു. മെക്സിക്കോയിലെ ക്രൈസ്തവ സമൂഹത്തിനു വലിയ ഭീഷണിയായിരുന്ന ഒരു ക്രിമിനൽ സംഘത്തിന്റെ തലവനാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. എങ്കിലും ഇവർ കാരണം അടച്ചുപൂട്ടിയ പള്ളികൾ തുറക്കുന്നതിനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനും ഇനിയും സമയമെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.